ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മുടെ ഇന്നത്തെ നിഫ്റ്റിയുടെ ട്രേഡ് എൻ്റെയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ മിസ്സായിപ്പോയി. അപ്പം നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ നോക്കാം. സോ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഓൾറെഡി സോൺസ് എല്ലാം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഐഡിയ നമുക്ക് കിട്ടി. നമ്മൾ നേരെ അത് 1 അവറിലേക്ക് നോക്കുക. 1 അവറിലേക്ക് നോക്കുമ്പോഴത്തേക്കും മേജർ ആയിട്ടുള്ള സോൺസും അതേപോലെ സപ്പോർട്ട് സോൺസ്, റെസിസ്റ്റൻസ് സോൺസ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഉള്ള ഏരിയാസും മെയിൻ ഏരിയാസ് എല്ലാം നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്ത് ചെയ്യണം? ഹയർ ടൈം ഫ്രെയിംസിൽ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ് അല്ലെങ്കിൽ സോൺസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് പോവുക. സോ 15 മിനിറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ പറഞ്ഞ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഹൈ വോളിയത്തിൽ ബ്രേക്ക് ചെയ്താൽ നമ്മളൊരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം. അപ്പം ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രീവിയസ് ഹൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എടുക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പലരും ഇന്നലെ ഈ ഒരു പോയിന്റിൽ എൻട്രി എടുത്തിട്ടുള്ളവരുണ്ടാവും. പക്ഷേ ഞാൻ ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെയും ഇവിടുന്ന് ഒരു വോളിയം വന്നൊരു ബ്രേക്കിലാണ് എൻട്രി എടുക്കാനിരുന്നത്. സോ ഒബ്വിയസ്ലി അത് കുറേ ലേറ്റ് ആയിട്ടാണ് മൂവ്മെൻറ്റ് വന്നത്. നിങ്ങളാണെങ്കിലും ഈ പറഞ്ഞ മൂവ്മെൻറ്റ് വെയിറ്റ് ചെയ്തിരുന്ന് പലരും നോക്കി കാണില്ല, പലർക്കും മിസ്സൗട്ട് ആയി പോയിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും, കാരണം ലേറ്റ് ആയിട്ടാണ് മൂവ്മെൻറ്റ് വന്നത്. സോ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് മിസ്സാവാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളെന്നും ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ലൈവ് മാർക്കറ്റിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ എന്നും 9:30 ഇന്ത്യൻ മാർക്കറ്റിലും അതേപോലെ ഇന്നും രാത്രി 7 മണിക്ക് ഫോറക്സ് മാർക്കറ്റിലും നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ യൂട്യൂബിൽ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടോ ഫോറക്സ് മാർക്കറ്റിനെ പറ്റിയിട്ട് ഡൗട്ടുള്ളവരാണെങ്കിലും ബിഗിനേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കണമെന്നുള്ളവർക്ക് ലൈവ് ട്രേഡിങ്ങിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ മെൻറ്റേഴ്സ് ഉണ്ടാവും, അവരോട് എന്ത് ഡൗട്ടും ചോദിക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതേപോലെ കൂടുതൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്നുള്ളത് കമൻസിൽ പറയുക. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയ ഇവിടെ നല്ല വോളിയത്തിൽ തന്നെ ബ്രേക്ക് ആയപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഒരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നിങ്ങൾ ഒരു സേഫ് പ്ലേ എന്നുള്ള രീതിയിൽ ഈ ഒരു ലൈൻ നല്ല വോളിയത്തിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്താൽ മതി. സോ ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ എൻട്രി ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കാരണം ഒരുപാട് താഴോട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചില്ലെങ്കിൽ പോലും നല്ലൊരു ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാവും. നല്ലൊരു റൂം കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പോയ മൂവ്മെൻറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 1:3 എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാമായിരുന്നു. അതായത് ഒരു 1 lakh ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 lakhs പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ട്രേഡായിരുന്നത്. അതേപോലെ ഹോൾഡ് ചെയ്തിട്ടുള്ളവർക്കായിരുന്നെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയത്. ഓൾമോസ്റ്റ് ഒരു 1:5, അതായത് ഒരു 5 lakhs വരെ പ്രോഫിറ്റ് വരാൻ പറ്റും 1:5. പിന്നെ TK കാര്യങ്ങളെല്ലാം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും മാർക്കറ്റ് നേരെ അപ്പ് മൂവ് തരികയാണ് ഉണ്ടായത്. സോ നമ്മുടെ എല്ലാ സോൺസിനെയും കറക്റ്റായിട്ട് ഇത് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1:7 അടുത്ത് ഉള്ള ഒരു ട്രേഡാണ് കിട്ടിയത്. അപ്പം നിങ്ങൾ എത്ര പേര് ഈ ട്രേഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കമൻറ്റിൽ പറയുക. ആ ട്രേഡ് ചെയ്തിട്ടുള്ളവർ എത്ര പേരാണ്, ഹോൾഡ് ചെയ്തിട്ടുള്ള എത്ര പേരാണ്, അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് നിങ്ങൾ ഈ ട്രേഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഇത് എന്തായാലും കമൻറ്റിൽ പറയുക. അപ്പം ഈ ഒരു ട്രേഡ് അനാലിസിസ് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ എൻട്രി വരുന്നത്, അല്ലെങ്കിൽ റിസ്ക് റിവാർഡിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ റിസ്ക് റിവാർഡിലും റിസ്ക് മാനേജ്മെൻറ്റിലും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയുക എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. അതേപോലെ ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ഇഫ് യു ലൈക്ക് ദ വീഡിയോസ്. അപ്പം ഇതുപോലത്തെ അടുത്ത ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിൽ കാണാം. അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഐ വിൽ സീ യു ഓൺ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.